നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡൊണാൾഡ് സെബാസ്റ്റ്യൻ ഓൺ ദിസ് ചാനൽ ഫാസ്റ്റ് ഫുഡ്. ഒരുപാടധികം കുക്കിംഗ് കാണാനും ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം നിങ്ങൾ. അതുകൊണ്ടായിരിക്കാം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അല്ലെങ്കിൽ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണാനുള്ള കാരണം. സോ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഗ്ലാസ് കേക്കാണ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ക്ലിയർ ഗ്ലാസ് കേക്ക്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്രൂട്ട്സും മറ്റുമൊക്കെ നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. സോ വളരെ ടേസ്റ്റിയും വളരെ ഡെലീഷ്യസ് ആൻഡ് വളരെ കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാകുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. സോ ബിഫോർ ദാറ്റ് ലെറ്റ് മീ ടെൽ യു വൺ മോർ തിങ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുക്കിംഗ് കാണാനും ചെയ്യാനും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ധൈര്യമായിട്ട് ഫ്രീ ആയി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് മോർ ഓവർ ബി ഫ്രീ ടു ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഈ വീഡിയോ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമുക്കിനി സമയം കളയാനൊന്നുമില്ല, വേഗം പോയിട്ട് എങ്ങനെയാണ് ഞാൻ ആ കേക്ക് ഉണ്ടാക്കിയത് എന്നൊന്ന് പോയി നോക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഇന്ന ഫ്രൂട്ട്സ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനിപ്പോൾ ഒന്നുകൂടി ടേസ്റ്റിയും ഒന്നുകൂടി കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രേപ്സും കുറച്ച് ആപ്പിളും പിന്നെ ഓറഞ്ചൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. കാരണം കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് കേക്കിൻ്റെ ആ ഒരു ഷേപ്പിലോട്ട് നമുക്ക് കിട്ടില്ല. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഇവിടെ ഒരു പാനിനകത്ത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചേക്കാണ്. ഇതിനകത്തേക്ക് ഇത് 1 ലിറ്ററോളം വെള്ളമുണ്ട്. ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ 1 കപ്പ് ഷുഗർ നമ്മൾ ആഡ് ചെയ്യണം, പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോവാണ്. ഒരു പഞ്ചസാര ലൈനി നമ്മൾ ഉണ്ടാക്കുകയാണ്, ചൂടാക്കി. സോ അത് ചൂടാവുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം ജെലാറ്റിൻ എന്ന് പറയുന്നതിനെ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ജസ്റ്റ് 50 രൂപയുള്ളൂ. ഇത് 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. സോ ഈ 50 ഗ്രാം ഫുള്ളായിട്ട് നമുക്ക് ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് മിക്സ് ചെയ്യണം. സോ മിക്സ് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊന്ന് ഡൈല്യൂട്ടാക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഷുഗർ സൊല്യൂഷനിലേക്ക് നമ്മളിത് ആഡ് ചെയ്യണം. സോ നന്നായിട്ട് ഇപ്പോൾ ഒരു ജെല്ല് പോലെ ആയിട്ടുണ്ട്. ഇതൊരിക്കലും നമ്മൾ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ നമ്മൾ വെറുതെ കയറ്റി വെക്കരുത്. ഇത് പെട്ടെന്ന് കട്ടായി പോകും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. സോ ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ശരിക്കും ഇതൊന്ന് സോല്യൂബിൾ ആവണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സ്പൂൺ സൊല്യൂഷൻ ഞാനിപ്പോൾ ഓൾറെഡി ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു വയ്ക്കാൻ പോവാണ്. ഈ ബൗളിലാണ് ഞാനിപ്പോൾ ഓൾറെഡി കേക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പുഡിംഗ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിനകത്താണ്. സോ ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനകത്ത് ഈ വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ്, ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കട്ടിയായി ഇരിക്കാനാണ്. ഇതുപോലെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സുകൾ നമ്മൾ ആഡ് ചെയ്യുക. ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ എപ്പോഴും പുറത്തേക്ക് നമ്മൾ വെക്കുക. അതായത് ഇപ്പം ഞാൻ ഈ വെക്കുന്ന പോലെ തന്നെ ആപ്പിൾ ആയാലും മറ്റ് സാധനങ്ങളായാലും എപ്പോഴും അടിയിലോട്ട് അതിൻ്റെ ആ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക.